നോവ ടീമിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആഘോഷമായിരുന്നു, അട്ടഹാസമായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഓവർ ഹൈപ്പ് കൊടുത്തിരുന്നു. ഇന്ന് ആ ഹൈപ്പോ അല്ലെങ്കിൽ ആ താരത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണോ കേരള ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുന്നത്? നോവയാണോ പ്രശ്നം? അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപറ്റം ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നോവ ലൂണ സിംഗ് വരായ്മയെ പറ്റിയും അതോ നോവയാണോ പ്രശ്നം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് എന്തായാലും ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു ആൻഡ് ടോക്കീസ്. മൊറോക്കൻ ഈഗിൾ അല്ലെങ്കിൽ പരുന്ത് എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഘോഷിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ തന്നെ ഇപ്പം നിലവിൽ നോവ സദോയെ പലയിടങ്ങളിലായിട്ട്, എല്ലാവരും എന്നല്ല പക്ഷെ എന്നാലും പലയിടങ്ങളിലായിട്ട് പലരും വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ 5K ഫാമിലിയിലേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ നോവയാണ് പ്രശ്നം എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്, ദിബിൻ എന്ന് പറയുന്ന ഒരു മച്ചാൻ അയച്ചിട്ടുള്ള കമൻറ്റാണിത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോവയെ സൈൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ കമൻറ്റ് ഇട്ടതാണ്, അപ്പോൾ എല്ലാവരും എന്നെ ഊക്കി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളി ചിരിക്കുന്നുണ്ട്. ആൻഡ് പുള്ളി അതിൻ്റെ ഒരു റീസണും കാര്യങ്ങളും പറയുന്നുണ്ട്. നോവയുടെ സൈനിങ് ഫ്ലോപ്പാണ്, ബിക്കോസ് നമുക്ക് വേണ്ടത് ഒരു ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് വിങ്ങർ ഫോർവേഡ് ഫോറിൻ പ്ലെയറിനെ ആയിരുന്നു, ലൈക്ക് ലൂണ ജീസസ് എന്ന ഉള്ള രീതിയിൽ ലെഫ്റ്റ് ഫുട്ട് ഫോറിനർ എന്നുള്ള ആ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ മാത്രം അഭിപ്രായമല്ല. ഇപ്പം നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ വരുന്ന വീഡിയോസിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, നോവയ്ക്ക് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരുപാട് വിമർശനങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പം നോവയാണോ പ്രശ്നം എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്റ്റാറ്റ് തന്നെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഈ സീസണിൽ 2024-25 സീസണിൽ 16 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളും 5 അസിസ്റ്റും പുള്ളി തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോശമാണോ എന്ന് ഒരിക്കലും പുള്ളിയുടെ പെർഫോമൻസ് വെച്ചിട്ട്, അതായത് ഈ സ്റ്റാറ്റ്സും റിസൾട്ട്സും വെച്ചിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് അതിൽ 2 യെല്ലോ കാർഡും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി ISLൻ്റെ തന്നെ ടോപ്പ് അസിസ്റ്റിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുമ്പോൾ 2ാം സ്ഥാനം തന്നെയാണ് നോവ സദോയ്ക്കുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അസിസ്റ്റ്, ടോപ്പിലുള്ളത് 8 അസിസ്റ്റാണ്, അത് നമ്മുടെ ചെന്നൈയിലാണ്. പിന്നെ ഉള്ളത് ഏകദേശം 3-4 പേര് ഏകദേശം 5 അസിസ്റ്റുമായിട്ട് 2ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിൽ 18 മത്സരങ്ങളിൽ നിന്ന് 16 മത്സരങ്ങൾ പുള്ളിക്ക് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോവയുള്ളത് കൊണ്ട് തന്നെ നോവയ്ക്ക് പകരം വേറൊരു താരത്തെ ഇറക്കാനോ, അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിങ്ങിൽ ഒരുപാട് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആ ഇന്ത്യൻ പ്ലേയേഴ്സിന് മുഴുവൻ നോവ വന്നതുകൊണ്ട് നമ്മളിപ്പോൾ കുറേ പേരെയൊക്കെ എന്ത് ചെയ്തു, ലോണിലും വിറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ വേറെ പ്ലേയേഴ്സ് ഒന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും നോവയെ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. നോവ കുറച്ച് സ്റ്റാർ വാല്യൂ ഉള്ളൊരു താരം, കുറച്ചല്ല, ഞാൻ അങ്ങനെ ഇതിൽ പറഞ്ഞതാണ്, വാല്യൂ ഉള്ളൊരു താരമായതുകൊണ്ട് തന്നെ പലപ്പോഴും കോച്ചുമാർക്കാണെന്നുണ്ടെങ്കിലും പുള്ളിയെ ബെഞ്ചിൽ ഇരുത്താൻ ഒരു പേടിയുള്ളത് പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂണയും നോവയും തമ്മിൽ ഒരു സിങ്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നോവയും ലൂണയും തമ്മിൽ സിങ്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് ആ കളിയുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഒരു സീൻ ഉണ്ടായിരുന്നു. ലൂണ സെൻറ്ററിൽ നിൽക്കുന്നുണ്ട്, ബോളുമായിട്ട് നോവ ഓൾമോസ്റ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി വരുന്ന സമയത്ത് ലൂണയുടെ ഫ്രണ്ടിൽ കൂടെയാണ് നോവ പോകുന്നത്. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സിൽ ലൂണ ആ ബോൾ എടുക്കുന്നു, ലൂണ പിന്നീട് അത് ഫോർവേഡിലുള്ള ഏതെങ്കിലും താരത്തിന് കൊടുക്കുന്നു, ചിലപ്പോൾ 1 ടച്ച് പാസുകളിലൂടെ കളിച്ച് കയറി വരുന്ന ഒരു ഷോട്ടോ അല്ലെങ്കിൽ ഒരു ഗോളോ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാറുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോവ ആ ബോളുമായിട്ട് പിന്നെയും എങ്ങോട്ട് കയറി പോവാണ്, പുള്ളി അങ്ങനെ കൊണ്ടുപോകുന്നു, ആൻഡ് അത് പുള്ളി കളയുകയും ചെയ്യുന്നു. ഇവിടെയാണ് പ്രശ്നം. അതായത് നോവയ്ക്ക് നമ്മുടെ ഒരു ടീമിൻ്റെ ഒരു പരിധി വരേക്കും ഗോൾ സ്കോർ ചെയ്യാൻ നോവയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. അത് നമുക്ക് വിന്നിങ് പോയിന്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഇതൊരു സിമിലർ പാറ്റേൺ അല്ലെങ്കിൽ ഒരു യൂഷ്വൽ പാറ്റേൺ ആയി മാറിക്കഴിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ടീമിന് നമ്മൾ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നേരെ നോവയ്ക്ക് ബോൾ കൊടുക്കുക, നോവ അത് വിങ്ങിൽ നിന്ന് പിന്നെയും കുറച്ചും കൂടെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കട്ട് ചെയ്ത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ഷോട്ടോ പാസോ ആയിരിക്കും. ഇത് ആക്ച്വലി റീഡ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ നമുക്ക് ആക്ച്വലി പ്രശ്നങ്ങൾ കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നോവ ലൂണയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇവർ ഒരുമിച്ച് ഇറക്കാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യാൻ കോച്ചുമാർക്ക് ധൈര്യം വരുന്നില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരെ ഒരുമിച്ചിറക്കാതെ ലൂണയെ നിർത്തി നോവയെ എന്തുകൊണ്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറായിട്ട് കളിപ്പിച്ചുകൂടെ? ഇപ്പോൾ പെപ്രയെ നമ്മൾ പരീക്ഷിക്കുന്നത് പോലെ തന്നെ നോവയെ 2-3 മത്സരങ്ങൾക്ക് പരീക്ഷിച്ചാൽ അതൊരു പോസിറ്റീവ് സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു 60 മിനിറ്റ് കഴിഞ്ഞ് നോവ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തീപ്പൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പരീക്ഷിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സൈനിങ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ ഇങ്ങനെ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു സൈനിങ് പോലെയാണ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് വേണ്ട പ്ലേയേഴ്സിനെയാണ് സൈൻ ചെയ്യേണ്ടത്. അതായത് സ്റ്റാർ വാല്യൂ ഉണ്ടോ, മറ്റൊരു ക്ലബ്ബിൽ വമ്പനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നോ, ഗോൾ സ്കോററാണോ ഒക്കെ ഒരു ഫാക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരേക്കും അതൊക്കെ നമ്മൾ നോക്കണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അത് എത്രമാത്രം നമ്മുടെ ക്ലബിലേക്കും നമ്മുടെ ടീമിലേക്കും അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കിയിട്ട് വേണം സൈനിങ് ചെയ്യാൻ എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള താരമാണെങ്കിലും അല്ലെങ്കിലും അത് ആ ടീം പ്ലേക്കും കൂടെ മാച്ചിങ് ആവുന്ന രീതിയിലാവണം എന്നുള്ളതാണ്. നോവയെ ഒരിക്കലും കുറച്ച് കാണുന്നതല്ല, പക്ഷേ നോവ പലപ്പോഴും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ശ്രമിക്കുന്ന ഒരു താരമാണ്. ഞാൻ അസിസ്റ്റ് ചെയ്തു, ഞാൻ ഗോൾ അടിച്ചു എന്നുള്ളൊരു സാധനം വേണം. അതൊരു വിന്നിങ് മെൻറ്റാലിറ്റിയാണ്, ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയാണ്, ഏതൊരു താരത്തിനും വേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ടീം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോ പോയിൻറ്റും വേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ടീമിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ള ബോധ്യം പ്ലേയേഴ്സിനേക്കാൾ കൂടുതൽ വേണ്ടത് കോച്ചുമാർക്കാണ്. സോ കോച്ചുമാർ ഷുഡ് ഷോ ദ ബോൾസ് ടു ലൈക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ബോൾസും കൂടെ കാണിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതിന് എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും മേ ബി അവിടെ ഒരു ഇന്ത്യൻ പ്ലെയറിനെ ഇട്ടുകൊണ്ടോ എങ്ങനെയാണ് അത് ഞാൻ ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ പരീക്ഷിക്കുന്നത് കൊണ്ട് സത്യത്തിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതിനുള്ള ധൈര്യവും കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനും അതുപോലെ തന്നെ നമ്മുടെ തോമാച്ചനും വേണം എന്ന് പറയുകയാണ്. കാരണം ഇനിയിപ്പോൾ ഒരു പുതിയ കോച്ച് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഇനി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ അതിനുള്ളിൽ ഒരു കോച്ചോ പുതിയ താരങ്ങളോ ഒക്കെ വരുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് ഇനിയും ചിലപ്പോൾ ഒരു സൈനിങ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. കാത്തിരിക്കാം എന്തായാലും അതിനുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോച്ചിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സീസൺ പോവും എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റ് ടീമുകളുടെ കളിയൊക്കെ നമ്മളെ ബാധിക്കും എന്നുള്ളത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്നലത്തെ മത്സരം. മുംബൈ സിറ്റിയും കൂടെ ജയിച്ചത് കൊണ്ട് തന്നെ വീണ്ടും നമുക്ക് കാര്യങ്ങൾ കുറച്ചധികം ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കേട്ടോ. ഇനി സൂപ്പർ കപ്പിനെങ്കിലും നമുക്ക് ഉഷാറായിട്ട് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ടീമിൻ്റെ ഒരു കോർഡിനേഷനിൽ കൊണ്ടുവരാൻ പറ്റിയാൽ, ആ മാറ്റം കൊണ്ടുവരാൻ പറ്റിയാലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. കാത്തു തന്നെ ഇരിക്കാം എന്താണ് ഈ നോവയാണോ പ്രശ്നം എന്നുള്ള സോഷ്യൽ മീഡിയയുടെ സംസാരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പോർട്സ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ചിൽ കുപ്പിച്ചിൽ.